Okay, all of you mark your attendance, all of you. Okay, page number 274, rise of nationalism. Rise of nationalism. Listen, educated Indians realized that British wanted to keep India poor and backward. This realization united the Indians. Slowly, the feeling of unity or nationalism grew stronger. The growing feeling of nationalism resulted in the formation of Indian National Congress in 1885. നമ്മൾ എന്താ പറഞ്ഞത്? The British introduced a new modern education in India. അല്ലേ? Social reformers like Raja Ram Mohan Roy, Ishwar Chandra Vidyasagar and Devendranath Tagore active during this period. Active during this time, and they are fighting to abolish different evils, different evils in our country. Then evils such as killing female babies, child marriage, then caste system, pinne sati, they were fighting against these evils. Then they also promoted education for women and widow remarriage. അവര് സതി പോലുള്ള സതി അല്ലെങ്കിൽ ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, കുഞ്ഞു കുട്ടികളെ പെൺകുട്ടികളാന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് കൊന്നിരുന്നു, ഗേൾസിനെ വേണ്ടാന്ന് ചോദിച്ച്. ആ ഒരു സമ്പ്രദായം അതിനെതിരെ അവര് പ്രതികരിച്ചു. ദെൻ സതി എന്ന് പറഞ്ഞാല് ഭർത്താവ് മരിച്ചാല് ഭാര്യ അദ്ദേഹത്തെ കത്തിക്കുന്ന ചിതയിലേക്ക് ചാടി മരിക്കണം എന്നുള്ള ഒരു ആചാരം ഉണ്ടായിരുന്നു, അതിനെതിരെ അവർ പ്രതികരിച്ചു. പിന്നെ കാസ്റ്റ് സിസ്റ്റം, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതിനെതിരെ ഒക്കെ ഇവര് പ്രതികരിച്ചു. ആരൊക്കെ? ഈ രാജാറാം മോഹൻ റോയും ദേവേന്ദ്രനാഥ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന അതേ സമയത്ത് ദേ പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ ഫോർ വിമൻ ആൻഡ് വിഡോ റീമാരിയേജ്. എന്താ? സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് പഠിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല, അപ്പം പഠിക്കാനുള്ള ഒരു റൈറ്റിന് വേണ്ടി ഇവരൊക്കെ പ്രതികരിച്ചു, ഇവരൊക്കെ അതിനു വേണ്ടി പോരാടി. അതേ സമയത്ത് വിഡോ റീമാരിയേജ്, എന്താ വിഡോ റീമാരിയേജ് എന്ന് പറഞ്ഞാല് ഭർത്താവ് മരിച്ചാല് ഭാര്യക്ക് എന്ത് ചെയ്യാം? രണ്ടാമത് പുനർവിവാഹം അല്ലെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കാം എന്നുള്ളൊരു കാര്യത്തെയും കൂടെ അവര് പ്രൊമോട്ട് ചെയ്തു. മനസ്സിലായോ? അപ്പൊ സതി ഇല്ലാതെ നിർത്തലാക്കിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്, സതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ലാതാക്കിയത്, സ്റ്റോപ്പ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. Then ഇതൊക്കെ ഇങ്ങനെ educated Indians, these educated Indians realized that the British wanted to keep India backward or poor. ഇന്ത്യ എന്ന രാജ്യത്തെ ദരിദ്രമാക്കണം അല്ലെങ്കിൽ ഇന്ത്യയെ ബാക്ക്വേർഡ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ബ്രിട്ടീഷുകാർക്ക് എന്ന് ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് മെൻ തിരിച്ചറിയുകയും അവരെന്ത് ചെയ്തു? they formed Indian National Congress. അവരെന്ത് ഫോം ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. എപ്പോ? 1885 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. ഇത്രയല്ലേ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്, അല്ലേ? യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. The Indian National Congress was formed by an Englishman named Alan Octavian Hume. Its first session was held at Bombay, now Mumbai. It was attended by 72 delegates from all over India. The president of this session was Womesh Chandra Banerjee, W.C. Banerjee. Appo the growing feeling of nationalism resulted. The educated men realized that British wanted to keep India backward and poor. Then these educated persons always trying to rise nationalism. This attitude reached the formation of Indian National Congress. They formed Indian National Congress in 1885. 1885 Indian National Congress formed ചെയ്തു. Indian National Congress formed by an English man named Alan Octavian Hume. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
ഫോം ചെയ്താരായിരുന്നു? ഇംഗ്ലീഷ് മാൻ ആയിരുന്ന എ.ഒ. ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആരാ? എ.ഒ. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം. അണ്ടർലൈൻ ചെയ്തോ? അലൻ ഒക്ടേവിയൻ ഹ്യൂം. Then എവിടെയാണ്? ഇറ്റ്സ് ഫസ്റ്റ് സെഷൻ വാസ് ഹെൽഡ് അറ്റ് ബോംബെ. അതിന്റെ ആദ്യത്തെ സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എ.ഒ. ഹ്യൂം ആണ്. 1885 നമ്മൾ പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് സെഷൻ വാസ് ഹെൽഡ് അറ്റ് മുംബൈ. ആദ്യത്തെ സെഷൻ നടന്നത് എവിടെയാണ്? മുംബൈ. നൗ ദിസ് മുംബൈ നോൺ ആസ് നൗ മുംബൈ, പഴയ പേരെന്തായിരുന്നു? ബോംബെ. ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ 72 ഡെലിഗേറ്റ്സ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് 72 മെമ്പർമാർ പങ്കെടുത്തു. ആദ്യത്തെ സെഷനിൽ 72 മെമ്പർമാർ പങ്കെടുത്തു. ദ പ്രസിഡന്റ് ഓഫ് ദിസ് സെഷൻ, ആ സെഷനിലെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി, അതായത് ഉമേഷ് ചന്ദ്ര ബാനർജി. അത് നിങ്ങൾ എളുപ്പത്തിൽ WC ബാനർജി നമ്മൾ എഴുതി വെച്ചോ. അതുപോലെ എ.ഒ. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നുള്ളിടത്ത് എ.ഒ. ഹ്യൂം എന്നും ഉമേഷ് ചന്ദ്ര ബാനർജി എന്നുള്ളിടത്ത് WC ബാനർജി എന്നും എഴുതുക. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. Due to the attitude, അല്ലെങ്കിൽ they wanted to rise nationalism, then this attitude reached the formation of Indian National Congress. Formation of Indian National Congress in 1885, formed by A.O. Hume, formed by Alan Octavian Hume. അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആരാ രൂപീകരിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് ആരാ? A.O. Hume, Alan Octavian Hume. ദേവപ്രിയ, A.O. Hume അല്ലെ? A.O. Hume ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885. മറന്നു പോകാൻ പാടില്ല. The first session of this meeting, first session of this meeting was held at Bombay. ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എവിടെയാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ബോംബെയിലാണ്. എത്ര മെമ്പർമാർ പങ്കെടുത്തു? 72 മെമ്പേഴ്സ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് 72 മെമ്പർമാര് ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെഷനിൽ പങ്കെടുത്തു. ഓക്കെ, ഒന്നുകൂടെ മിസ് പറയാം. many reformers like രാജാറാം മോഹൻ റോയ്, ദേവേന്ദ്രനാഥ് ടാഗോർ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ actively participated during this period. They strongly protested against different evils such as sati, child marriage, female infanticide and caste system. At the same time, they also promoted women education and widow remarriage. Then educated Indians realized that the Britishers wanted to keep India as poor and backward. Then these persons realized this attitude and they wanted to rise nationalism. This attitude grew and grew. Then this attitude reached the formation of Indian National Congress. In 1885, A.O. Hume formed Indian National Congress. അങ്ങനെ 1885 A.O. Hume ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. Then this first session of Indian National Congress was held at Mumbai. എവിടെയാണ് നടന്നത്? മുംബൈയിൽ അല്ലെ? ബോംബെയിലാണ് നടന്നത്. 72 participants അല്ലെങ്കിൽ 72 delegates from all over India participated this meeting. Then president of this session was WC ബാനർജി. അപ്പം ആദ്യത്തെ സെഷനിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെഷൻ ബോംബെയിൽ നടന്നു. 72 മെമ്പർമാർ, ഇന്ത്യയിൽ നിന്ന് 72 മെമ്പർമാർ പങ്കെടുത്തു. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. ഇത്രയും മനസ്സിലായോ? മറന്നുപോവോ? ഇല്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. Thereafter, the Congress met every year in different cities. It slowly became very strong. It awakened the spirit of unity among Indians.
At the same time, it requested to government to introduce reforms to improve the living condition of the people. The growing popularity of the Congress worried the British. To suppress the rising spirit of nationalism, the government passed many strict laws. They also used the policy of divide and rule to prevent the Hindus and Muslims from uniting. എന്താ പറഞ്ഞേ, അങ്ങനെ ഈ നാഷണാലിസം എന്ന ആറ്റിറ്റ്യൂഡ് വളർന്നുകൊണ്ടേയിരുന്നു അല്ലെ. നാഷണാലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ഇന്ത്യൻസ് ആർ ഈക്വൽ, എല്ലാ ഇന്ത്യന്മാരും ഒരുപോലെയാണ്, എല്ലാ ഇന്ത്യന്മാരും തമ്മിൽ എന്ത് ചെയ്തു? ഒരു യൂണിറ്റിയിലെത്തി. മനസ്സിലായോ? ഇന്ത്യക്കാരൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലെത്തി എല്ലാവരും. കാരണം എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കണം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യനെ ബാക്ക്വേർഡ് ആക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യനെ എന്താക്കണം? പുവർ കൺട്രി ആക്കി മാറ്റണം അല്ലെ. അവരുടെ ആഗ്രഹത ഇന്ത്യനെ ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റുക, ഇന്ത്യനെ പരമാവധി ചൂഷണം ചെയ്തിട്ട് ഇന്ത്യനെ ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഇന്ത്യനെ ബാക്ക്വേർഡ് ആക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. പക്ഷെ ഇത് മനസ്സിലാക്കിയ എഡ്യൂക്കേറ്റഡ് മെൻ അവർ തീരുമാനിച്ചത് നാഷണാലിസം എന്നൊരു ആശയം ഇന്ത്യയിൽ കൊണ്ടുവരണം അല്ലെ. എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എത്തണം എന്ന് വിചാരിച്ച് അവരങ്ങനെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങുകയും അതെന്ത് ചെയ്തു? അതിനെന്താ ചെയ്തത്? ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഇന്ത്യൻ നാഷണാലിസം എന്ന ആറ്റിറ്റ്യൂഡ് വളർന്ന് വന്നു അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് റൂൾസ് അല്ലെങ്കിൽ ലോസ് കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും ആരും അക്സെപ്റ്റ് ചെയ്തില്ല? ഇന്ത്യക്കാരല്ലേ. ഇന്ത്യക്കാർ പറഞ്ഞു ഇനി എന്തായാലും തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ദേ ഓൾസോ യൂസ്ഡ് പോളിസി, അവര് ബ്രിട്ടീഷുകാർ ഒരു പോളിസി കൂടെ കൊണ്ടുവന്നു. എന്താ അറിയോ? ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പൊ മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഒന്നായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരെ തമ്മിൽ എന്ത് ചെയ്യണം? തമ്മിലടിപ്പിക്കണം. ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി അവർ പോളിസി കൊണ്ടുവന്നതാണ് എന്ത്? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ടു പ്രിവെന്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഫ്രം യുണൈറ്റിംഗ്. ഹിന്ദുസും മുസ്ലിംസും നല്ല രീതിയിൽ പോകുന്നത് ഇഷ്ടമില്ലാതെ അപ്പൊ അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു പോളിസി കൊണ്ടുവന്നു. അതാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ലെസണിൽ അടുത്ത ലെസണിലോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ പഠിച്ചു? റൈസ് ഓഫ് നാഷണാലിസം അല്ലെ. നാഷണാലിസം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒന്നാണ്, ഒരു വേർതിരിവില്ല അല്ലെ. ഹിന്ദുന്നോ മുസ്ലിംന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ള വേർതിരിവില്ല. ദർ ഇസ് നോ പാർഷ്യാലിറ്റി ബിറ്റ്വീൻ റിലീജിയൻസ്. ദർ ഇസ് നോ പാർഷ്യാലിറ്റി ബിറ്റ്വീൻ ഹിന്ദുസ് ഓർ മുസ്ലിംസ്, ഹിന്ദുസ് ഓർ ക്രിസ്ത്യൻസ്, ക്രിസ്ത്യൻസ് ഓർ മുസ്ലിംസ് ആൻഡ് അതർ തിങ്സ്. All people are equal. All Indians are equal. That is nationalism. Okay. അങ്ങനെ 1885 Indian National Congress formed in 1885 by A.O. Hume, Alan Octavian Hume. Then this first session of this meeting was held at Bombay. The president of this session was W.C. Banerjee. അതിനെ അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നെന്ന് കണ്ട ബ്രിട്ടീഷുകാർക്ക് പിന്നെയും ഇവരെ തമ്മിലടിപ്പിക്കണം, ഇന്ത്യക്കാരെ തമ്മിലടിപ്പിച്ച് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരു പോളിസി കൊണ്ടുവന്നു. എന്താ? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറഞ്ഞാൽ ബംഗാളിനെ വിഭജിക്കാനാണ് കേട്ടോ. അത് ഇതിൽ പറയുന്നില്ല. അവർ ബംഗാളിനെ വിഭജിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളായി ബംഗാളും ഇന്ത്യയും വേർതിരിക്കുന്ന എന്തിനാ? അവര് ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിം തമ്മിൽ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. അതിനെക്കുറിച്ച് പിന്നെ പഠിക്കാം കേട്ടോ.
മൊത്തം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചോ. ക്രിസ്റ്റി, കുഞ്ഞാവൻ അമ്മ കൊടുക്ക്. സൂര്യദേവേ, ടെക്സ്റ്റ് വായിക്കാനാ പറഞ്ഞത്, എന്റെ മുഖത്തല്ല. വായിക്കേ. ഓക്കെ. Fill in the, tick the correct answer. Tani ചെയ്താട്ടെ. Tick the correct answer. All of you find the answers of tick the correct answer. Tick the correct answer. Answer കണ്ടുപിടിച്ചേ. കണ്ടോ? കിട്ടിയോ? ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേ. All of you listen. First question. The cheaper cloth imported from England made the Indian weavers dash.
നമ്മൾ പറഞ്ഞു ചീപ്പർ ക്ലോത്ത് ഇമ്പോർട്ടഡ് ഫ്രം ഇംഗ്ലണ്ട് ടു ഇന്ത്യ അല്ലെ, ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്ലോത്ത്സ് അല്ലെ, ക്ലോത്ത്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഇന്ത്യക്കാർ എന്താ ആക്കിയത്? പൂർ ആണോ, റിച്ച് ആണോ, പ്രോസ്പെറസ് ആണോ, പവർഫുൾ ആണോ? ദ ചീപ്പർ ക്ലോത്ത് ഇമ്പോർട്ടഡ് ഫ്രം ഇംഗ്ലണ്ട് മെയ്ഡ് ദ ഇന്ത്യൻ വീവേഴ്സ് ഡാഷ്. നമ്മൾ പറഞ്ഞു ഇവിടുത്തെ എന്താ വിലപിടിപ്പുള്ള സാധനങ്ങൾ അല്ലെ, സുഗന്ധവ്യഞ്ജനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവര് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. അതേ സമയത്ത് അവിടെയുള്ള സാധനങ്ങൾ, അതായത് അവിടെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അത് നമ്മൾ എന്താ ചെയ്തേ? പൂറാക്കിയോ അല്ല റിച്ച് ആക്കിയോ, ഒരുപാട് പണക്കാരാക്കണോ ഇതേ? അല്ല. പ്രോസ്പെറസ് ആക്കിയോ? അല്ല. പവർഫുൾ ആക്കിയോ? അല്ല. പിന്നെന്താ? പുവർ, ദരിദ്രരാക്കുക ഇതേ. കാരണം ഇവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾക്കൊന്നും വിലയില്ല, അവര് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര വില. അപ്പൊ നമ്മൾ എന്താ ഓട്ടോമാറ്റിക് നമ്മൾ എന്തായി മാറും? പുവർ ആയി മാറും. പുവർ. ഇന്ത്യയിലെ സാധനങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് വലിയ റേറ്റിന് അവർ വിൽക്കും, നമുക്ക് ചെറിയ പൈസ തരും. പക്ഷെ അവരുടെ സാധനങ്ങൾ ഇന്ത്യയിൽ കൊണ്ട് വിൽക്കുമ്പോ അത് നമ്മൾ വലിയ പൈസ കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പുവർ ആയി മാറും. ഇന്ത്യ became poor. Indian weavers became poor. Then second one, the revolt of 1857 started at a dash. Indore, Awadh, Meerut, Delhi. 1857 revolt started at എവിടെയാ തുടങ്ങിയത്? 1857 വിപ്ലവം മീററ്റ്. 1857 revolt started at Meerut. Option C. C. Meerut. Then third one, the rule of the English East India Company ended in dash. English East India കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചത് എപ്പോഴാ? യെസ് നിഹാൽ. 1858. 1858. 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ ഇല്ലാതായി, നിർത്തി. Then fourth one, modern education in India was introduced by the dash. ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ആരാ? യെസ്, ബ്രിട്ടീഷ്. Last one, the British government introduced the divide and rule policy to dash. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാര് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കാനാണോ? അല്ല. ബ്രിങ് അബൌട്ട് റിഫോംസ് കൊണ്ടുവരാനാണോ? അല്ല. പിന്നെയോ എൻകറേജ് നാഷണാലിസത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ? നോ. സപ്രസ് നാഷണാലിസം. ഏതാ? സപ്രസ് നാഷണാലിസത്തെ അടിച്ചമർത്താൻ വേണ്ടി. ഓപ്ഷൻ D. D is correct. British government introduced the policy of divide and rule to suppress nationalism. First one, poor. Second one, Meerut. Third one, 1858. Fourth one, British. Fifth one, suppress nationalism. Any fill in the blanks ചെയ്തോ? Fill in the blanks. You can do fill in the blanks.
കിട്ടിയോ? ഒന്നാമത്തത്, the British forced to grow dash and dash. The British forced to grow dash and dash. Cotton and indigo. Indigo and cotton. Indigo and cotton. Indigo and cotton. Then second one, Dash was the last Mughal emperor. Dash was the last Mughal emperor. Who was the last Mughal emperor? Bahadur Shah Zafar. Bahadur Shah Zafar. Write down. Bahadur Shah Zafar. Bahadur Shah Zafar. Bahadur Shah Zafar. Then third one, the revolt was led by Dash at Awadh. The revolt was led by Dash at Awadh. Awadhile ഇതിനെ നയിച്ചത് ആരാ? ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ. BEGUM. ബീഗം ഹസ്രത്ത്. HAZRAT. ഹസ്രത്ത് മഹൽ. MAHAL. ബീഗം ഹസ്രത്ത് മഹൽ. The revolt was led by Begum Hasrat Mahal at Awadh. Then fourth one, the Indian National Congress was formed by Dash. Indian National Congress was formed by Dash. Who? A.O. Hume. Allen Octavian Hume. A.O. Hume. A.O. Hume. Then last one, the president of the first session of the Indian National Congress was Ara. First Indian National Congress in the first session de president aarayirunnu? W.C. Banerjee. W.C. Banerjee. W.C. Banerjee. കിട്ടിയോ? ഓക്കെ, ആൻസർ കിട്ടിയല്ലോ? കിട്ടിയില്ലേ? കിട്ടിയോ കൃപ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അത് അടുത്ത ക്ലാസ്സിൽ എഴുതാട്ടോ. Any doubt? Yes, Shafi.
കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞില്ലായിരുന്നോ 1 വേർഡ് ക്വസ്റ്റ്യൻ ഇട്ട് തരാന്ന് വാട്സാപ്പില്. ടൈം കിട്ടിയില്ല മോളെ, ഇൻസ്പെക്ഷൻ ആയതുകൊണ്ട് എന്തൊക്കെയോ തിരക്കായിരുന്നു സ്കൂളില്. ഒരു മിനിറ്റ് പോലും ടൈം കിട്ടുന്നില്ല. ഫുൾ ബിസി. ഇട്ട് തരാം കേട്ടോ, ചെയ്തു തരാം. ഇന്ന് വൈകുന്നേരം ചെയ്തു തരാം. ടെക്സ്റ്റ് നന്നായി വായിക്കണേ. ക്വസ്റ്റ്യൻ ആൻസർ വൈകുന്നേരം ഇട്ട് തരാം. ഓക്കെ, ബൈ ബൈ, സി യു.